ഹായ് സ്റ്റുഡൻസ്, ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത ചാപ്റ്ററുമായി വന്നിരിക്കുകയാണ്. നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാമത്തെ ചാപ്റ്ററാണ്. സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. 3 കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇതിൽ നിന്ന് 5 മാർക്കിന് ഒരു ചിത്രം വരക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതേപോലെ ഒരു പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനും. ഇത് രണ്ടാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടിന്റെയും മാർക്ക് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ചിത്രം വരക്കാനുള്ളത് എന്തായാലും നമുക്ക് കിട്ടേണ്ടതാണ്. കാരണം ഇത് 10ാം ക്ലാസ്സിലോട്ടും ആവശ്യമുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. ഇതിന്റെ തുടർച്ചയായിട്ട് 10ാം ക്ലാസ്സിലും വരുന്നുണ്ട്. 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററിന്റെ വൃത്തങ്ങൾ എന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മള് ചാപ്റ്ററിലോട്ട് പോവാം. നോക്കാം, എന്താണ് സർക്കിൾസ് അഥവാ വൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കണ്ടുള്ളതാണ് വൃത്തം അഥവാ സർക്കിൾ എന്ന് പറയുന്നത്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇനി ഒരാൾ നിങ്ങളോട് വന്ന് ചോദിക്കുക എന്താണ് സർക്കിൾ അല്ലെങ്കിൽ എന്താണ് വൃത്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ചോദ്യം ക്ലിയർ ആണല്ലോ. ഇപ്പൊ ഒരാൾ വന്നുകാണ്ട് നിങ്ങൾക്ക് വട്ടത്തിനുള്ള ഒരുപാട് ഉദാഹരണങ്ങളും ഇത്ര പോലും അറിയാം എന്താണ് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ അറിയാം. ഒരാൾ വന്ന് ചോദിക്കുകയാണ് എന്താണ് സർക്കിൾ അല്ലെങ്കിൽ എന്താണ് വൃത്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ് എന്താണ് സർക്കിൾ അല്ലെങ്കിൽ എന്താണ് വൃത്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ആൻസർ പറയുക? കിട്ടുമോ? ആൻസർ പറയാൻ കിട്ടും നിങ്ങൾക്ക്? ഒന്ന് ആലോചിച്ച് നോക്ക്. കിട്ടുന്നുണ്ടോ? ഉണ്ടാവൂല. പലർക്കും പല അഭിപ്രായമായിരിക്കും പറയാണ്ടാവുക. പക്ഷെ ഒരാൾക്കും എന്ത് പറയാൻ പറ്റൂല? വൃത്തം എന്താണെന്ന് പറയാൻ കിട്ടലുണ്ടാവില്ല. ക്ലാസ്സിന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. ഇനി നിങ്ങളുടെ ക്ലാസ്സിൽ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്താണ് സർക്കിൾ അല്ലെങ്കിൽ എന്താണ് വൃത്തം? ഇത്രയേ ഉള്ളൂ. ഒരു ബിന്ദു അഥവാ ഒരു പോയിന്റ്, മനസ്സിലായോ? ഈ ഒരു പോയിന്റിൽ നിന്ന് തുല്യ അകലത്തിൽ അഥവാ ഫിക്സഡ് ലെങ്ത്തിൽ എന്ത് ചെയ്യാം? ഒരുപാട് ഡോട്ടുകൾ അഥവാ ഒരുപാട് ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക, ഒരുപാട് പോയിന്റുകൾ അടയാളപ്പെടുത്തുക. ഈ പോയിന്റുകളൊക്കെ കൂടി നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ സർക്കിൾ അഥവാ വൃത്തം എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞത്? ഒരു ബിന്ദുവിൽ നിന്ന് അഥവാ ഒരു പോയിന്റിൽ നിന്ന് നിശ്ചിത അകലത്തിൽ ഫിക്സഡ് ലെങ്ത്തിൽ എന്ത് ചെയ്യുക? ഒരുപാട് പോയിന്റുകൾ അടയാളപ്പെടുത്തുക. അപ്പൊ ഇങ്ങോട്ടുള്ള ലെങ്ത് ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കുമല്ലോ. ഈ ഫിക്സഡ് ലെങ്ത്തിൽ നമുക്ക് എന്ത് ചെയ്യുക? നിശ്ചിത അകലത്തില് ഒരുപാട് ബിന്ദുക്കളെ നമ്മൾ അടയാളപ്പെടുത്തുന്ന ഒരുപാട് പോയിന്റുകളെ നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പോയിന്റുകളൊക്കെ കൂടി കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്, ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? ഒരു സർക്കിൾ അഥവാ വൃത്തം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ആരും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞൂടെ വാട്ട് ഈസ് എ സർക്കിൾ അഥവാ എന്താണ് ഒരു വൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? ഒരു ബിന്ദുവിൽ നിന്ന് തുല്യ അകലത്തിലുള്ള ഒരുപാട് ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്നതാണ് എന്ത്? വൃത്തം എന്ന് പറയുന്നത്, അല്ലെ? ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യാ? ഒരു ഫിക്സഡ് ലെങ്തില് ഒരുപാട് പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്യും. എന്നിട്ട് ആ പോയിന്റുകൾ കൂടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? ഒരു സർക്കിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് പഠിച്ച്? സർക്കിൾ എന്താണ് അഥവാ വൃത്തം എന്താണ് എന്നുള്ളത് പഠിച്ച്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിക്കാനുള്ളതാണ് കേന്ദ്രം അഥവാ വൃത്തത്തിന്റെ സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഇംഗ്ലീഷ് മീഡിയക്കാർ സെന്റർ എന്ന് പറയും, മലയാളം മീഡിയക്കാർ എന്ന് പറയും വൃത്ത കേന്ദ്രം എന്ന് പറയും. സർക്കിളിന്റെ സെന്റർ ഓഫ് സർക്കിൾ അഥവാ വൃത്ത കേന്ദ്രം എന്ന് പറയുന്നത്. എന്താണ് വൃത്ത കേന്ദ്രം എന്ന് പറയാ? അപ്പോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, ഈ ഒരു ഉദാഹരണം പറഞ്ഞില്ലെങ്കിൽ ഈ വൃത്തം എന്താന്ന് പറഞ്ഞപ്പോ ഒരു ബിന്ദുവിൽ നിന്ന്, ആ ബിന്ദുവിനെയാണ് എന്തെന്ന് പറയുന്നത്? വൃത്തത്തിന്റെ കേന്ദ്രം അഥവാ വൃത്തത്തിന്റെ സെന്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഒരു ബിന്ദുവിൽ നിന്ന് നിശ്ചിത അകലത്തിൽ എന്നല്ലേ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ആ ബിന്ദുവിനെ പറയുന്ന പേരാണ് എന്ത്? വൃത്തത്തിന്റെ കേന്ദ്രം അഥവാ സെന്റർ എന്ന് പറയുന്നത്. ബിന്ദു മീൻസ് പോയിന്റ്. ഓക്കെ, ആ പോയിന്റിനെ പറയുന്ന പേരാണ് എന്ത്? സെന്റർ അഥവാ വൃത്ത കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പൊ 2 പഠിച്ചല്ലോ. സർക്കിൾ എന്താന്ന് പഠിച്ചു, സെന്റർ എന്താന്ന് പഠിച്ചു, അല്ലെ? വൃത്തം എന്താന്ന് പഠിച്ചു, കേന്ദ്രം എന്താണെന്ന് പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനുള്ളതാണ് ആരം. എന്താണ് ആരം അഥവാ ഇംഗ്ലീഷ് മീഡിയക്കാർ എന്തെന്ന് പറയും? റേഡിയസ് എന്ന് പറയും. എന്താണ് വൃത്തത്തിന്റെ ആരം അഥവാ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വൃത്തത്തിന്റെ ആരം അഥവാ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ പോയിന്റിലോട്ട് പോകുന്നു. ഒരു ബിന്ദുവിൽ നിന്ന് നിശ്ചിത അകലത്തിൽ അഥവാ ഒരു ഫിക്സഡ് ലെങ്ത്തിൽ എന്നാണല്ലേ നമ്മൾ പറഞ്ഞത്. ഈ ഫിക്സഡ് ലെങ്ത്തിനൊക്കെ പറയുന്ന പേരാണ് എന്ത്? സർക്കിളിന്റെ റേഡിയസ് അഥവാ വൃത്തത്തിന്റെ
ആരം എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ഒരു നിശ്ചിത അകലത്തിൽ അഥവാ ഒരു ഫിക്സഡ് ലെങ്ത്തിൽ എന്ന് നമ്മൾ പറഞ്ഞു. ആ ഫിക്സഡ് ലെങ്തിനെ പറയുന്ന പേരാണ് എന്ത്? സർക്കിളിന്റെ റേഡിയസ് അഥവാ വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ലെങ്തിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റേഡിയസ് അഥവാ വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത്. അപ്പൊ ഒരു സർക്കിളിൽ എത്ര റേഡിയസ് നമുക്ക് വരക്കാൻ പറ്റും? ഒന്നേ വരക്കാൻ പറ്റുള്ളൂ? രണ്ടെണ്ണേ വരക്കാൻ പറ്റുള്ളൂ? അല്ല, ഒരുപാട് റേഡിയസുകൾ നമുക്ക് വരക്കാൻ പറ്റും അല്ലെ? എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും വൃത്തത്തിന്റെ ആ സെന്ററിൽ നിന്ന് അഥവാ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്ക് വരക്കുന്ന ഒരു വര അല്ലെ? വൃത്തകേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്ക് വരക്കുന്ന വരയാണ് എന്തെന്ന് പറയുന്നത്? നമ്മള് സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. എ ലൈൻ ഡ്രോയിങ് ഫ്രം ദി സർക്കിൾ സെന്റർ ടു സർക്കിൾ അല്ലെ? ഓൺ ദി സർക്കിൾ, സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഓൺ ദി സർക്കിളിലോട്ട് വരക്കുന്ന ഒരു ലൈനിനാണ് എന്തെന്ന് പറയുന്നത്? സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഇതൊന്നും എക്സാമിന് എന്തില്ല ചോദിക്കൂലട്ടാ. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കുക, എങ്കിലേ നമുക്ക് അടുത്ത ഡെഫിനിഷൻസിലൊക്കെ കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആരം അഥവാ റേഡിയസ് എന്താന്ന് പറഞ്ഞു. ഇനി അടുത്തതാണ് എന്ത്? അടുത്തതാണ് വ്യാസം അഥവാ ഡയമീറ്റർ എന്ന് പറയും. എന്തെന്ന് പറയാം? വ്യാസം അഥവാ ഡയമീറ്റർ എന്ന് പറയും. എന്താണ് വ്യാസം അല്ലെങ്കിൽ എന്താണ് ഡയമീറ്റർ? ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ആരം എന്താണെന്നൊക്കെ പറഞ്ഞു, സർക്കിൾ എന്താന്ന് പറഞ്ഞു ഒക്കെ പറഞ്ഞില്ലേ. ഈ സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇപ്പൊ സെന്ററിലൂടെ പാസ് ചെയ്യുന്നത് ഇതൊരു ഡയമീറ്റർ വ്യാസമാകുമോ? ഇല്ല. അപ്പൊ വൃത്തത്തിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അത് മാത്രം പറഞ്ഞാൽ ഇതും സെന്ററിലൂടെ പാസ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ? ഒരു വൃത്തത്തെ സമഭാഗം ചെയ്യുന്ന ലൈൻ നോക്കാം. അപ്പൊ ഈ ഒരു ലൈൻ നമ്മൾ വരച്ച് സെന്ററിലൂടെ അല്ലേ പാസ് ചെയ്തിങ്ങനെ. ഓക്കെ, ഇങ്ങനെ ഒരു ലൈൻ വരച്ച് ഈ ലൈൻ വരച്ചപ്പോ ഇത് രണ്ടെണ്ണാക്കി മാറ്റിയേ, വൃത്തത്തിന് തുല്യ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റില്ലേ അല്ലെ? ബൈസെക്ട് ചെയ്യുക, സർക്കിളിന് എന്ത് ചെയ്യുക? ബൈസെക്ട് ചെയ്ത് അഥവാ തുല്യ രണ്ട് ഭാഗങ്ങളാക്കുന്ന ലൈനിനാണ് എന്തെന്ന് പറയുന്നത്? ഡയമീറ്റർ അഥവാ വ്യാസം എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഒരു സർക്കിളിനെ ബൈസെക്ട് ചെയ്യുക, ആ ലൈനിനാണ് എന്ത് പറയുന്നത്? ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വൃത്തത്തെ സമഭാഗം ചെയ്യുന്ന വരയാണ് എന്തെന്ന് പറയുന്നത്? വൃത്തത്തിന്റെ വ്യാസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കാം, ഇങ്ങനെ ഒന്ന് വരക്കാം. ഇത് വൃത്തത്തിന് ഇങ്ങനെ ഒന്നും ഇങ്ങോട്ടൊന്നും രണ്ടെണ്ണാക്കി മാറ്റുന്നുണ്ടല്ലോ. അപ്പൊ അതെന്താണ്? ഒരു വ്യാസമാണ്. ഇനി ഇങ്ങനെ വരക്കുകയാണെങ്കിലോ ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി രണ്ടെണ്ണാക്കി മാറ്റുന്നുണ്ടല്ലോ. അപ്പൊ അതെന്താണ്? ഒരു ഡയമീറ്റർ ആണ്. ഇങ്ങനെ വരക്കാം. ഇതൊക്കെ എന്തെന്നെ ആയിരിക്കും? ഓരോരോ ഡയമീറ്ററുകളായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അഥവാ രണ്ട് റേഡിയസ് കൂടി കഴിഞ്ഞാൽ, രണ്ട് ആരം കൂടി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? ഒരു വ്യാസം എന്ന് പറയുന്നത് അല്ലെ? അപ്പോ ഒരു സർക്കിളിനെ സമഭാഗം ചെയ്യുന്ന ഒരു ലൈനാണ് എന്തെന്ന് പറയുന്നത്? വ്യാസം അഥവാ ഡയമീറ്റർ എന്ന് പറയുന്നത്. സർക്കിളിനെ ബൈസെക്ട് ചെയ്യുന്ന ഒരു ലൈനാണ് എന്തെന്ന് പറയുന്നത്? വ്യാസം അഥവാ ഡയമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഒരേ ഒരു കാര്യം കൂടെ പഠിക്കാനുള്ളൂ. ആർക്ക്. എന്താണ് ആർക്ക്? മലയാളം മീഡിയക്കാർ എന്തെന്ന് പറയും? ഇംഗ്ലീഷ് മീഡിയക്കാർ പറയുന്നതാണ് ആർക്ക്. മലയാളം മീഡിയക്കാർ അതിനെ പറയുന്ന പേരാണെന്ത്? ചാപം. എന്താ പറയാ? ചാപം. ഇംഗ്ലീഷ് മീഡിയക്കാർ അതിനെ ആർക്ക് എന്ന് പറയും. മലയാളം മീഡിയക്കാർ എന്തെന്ന് പറയും? ചാപം എന്ന് പറയും. എന്താണ് ആർക്ക്? എന്താണ് ചാപം? എന്താണ് ആർക്ക്? എന്താണ് ചാപം? നോക്കാം. വാട്ട് ഈസ് ആൻ ആർക്ക്? അല്ലെങ്കിൽ എന്താണ് ഒരു ചാപം? ഇത്രയേ ഉള്ളൂ. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓരോ സർക്കിൾ ഇങ്ങനെ ഇങ്ങനെ കുറെ ഭാഗങ്ങളാക്കിയിട്ടുള്ളതിനാണ് എന്ത്? നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ ഭാഗങ്ങൾ കൂടി കഴിഞ്ഞാൽ കിട്ടും അല്ലെ? ഒരു സർക്കിൾ കിട്ടും. ഇത്രയുള്ള ഒരു എക്സാമ്പിൾ ആക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒരു വള ഉണ്ടല്ലോ. എന്തിന്റെ വള? നമ്മുടെ കുപ്പിപ്പൊട്ട് അല്ലെ? കുപ്പിപ്പൊട്ടല്ല, സോറി, കുപ്പിവള അല്ലെ? ആ കുപ്പിവള പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പൊട്ടായിട്ടല്ലേ കിട്ടുക? ഇങ്ങനെ ഒരു പൊട്ട് കിട്ടും. അതെന്തായിരിക്കും? ഇങ്ങനെയുള്ള ഒരു വലിയൊരു വൃത്തത്തിന്റെ ഒരു ഭാഗമാണല്ലോ അല്ലെ? വൃത്തത്തിന്റെ ഒരു കഷ്ണാണല്ലോ എന്ത്? നമ്മുടെ കുപ്പിവളന്റെ ആ ഒരു പൊട്ട് എന്ന് പറയുന്നത്. ഇത്ര തന്നെ ഉള്ളൂ. ഈ ഒരു പൊട്ടിനാണ് എന്തെന്ന് പറയുന്നത്? ആർക്ക് അഥവാ ചാപം എന്ന് പറയുന്നത്. അഥവാ വൃത്തത്തിന്റെ ഒരു കഷ്ണത്തെയാണ് എന്തെന്ന് പറയുന്നത്? വൃത്ത ചാപം എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ വരക്കാനുള്ള ഒരു വൃത്തത്തിന്റെ ഈ ഒരു ചെറിയൊരു കഷ്ണം, ഈ കഷ്ണത്തിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? വൃത്തത്തിന്റെ ചാപം എന്ന് പറയുന്നത്. പീസ് ഓഫ് എ സർക്കിൾ എന്നുള്ളതാണ് പറയുന്നത്. ഒരു വൃത്തത്തിന്റെ ഒരു കഷ്ണത്തെയാണ് എന്തെന്ന് പറയുന്നത്? ആ വൃത്തത്തിന്റെ ആർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഒരു വൃത്തത്തിന്റെ ഒരു കഷ്ണത്തെയാണ് എന്തെന്ന് പറയുന്നത്? ആ വൃത്തത്തിന്റെ
ആർക്ക് അഥവാ ചാപം എന്ന് പറഞ്ഞ പീസ് ഓഫ് എ സർക്കിൾ എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ. ഇപ്പൊ നമ്മൾ പഠിച്ചത് വൃത്തം എന്താണെന്ന് പഠിച്ചു, വൃത്ത കേന്ദ്രം പഠിച്ചു, ആരം പഠിച്ചു, അതേപോലെ വ്യാസം പഠിച്ചു, ലാസ്റ്റ് ചാപം പഠിച്ചു അല്ലെ. സർക്കിൾ എന്താന്ന് പഠിച്ചു, സെന്റർ ഓഫ് സർക്കിൾ പഠിച്ചു, റേഡിയസ് പഠിച്ചു, ഡയമീറ്റർ പഠിച്ചു, ലാസ്റ്റ് ആർക്കും പഠിച്ചു. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരു പുതിയൊരു കാര്യം, ഇന്നേ വരെ നിങ്ങൾ കേൾക്കാത്ത പുതിയൊരു സംഭവം നമ്മൾ പഠിക്കാൻ പോവാണ്. ഇനി അങ്ങോട്ട് വൃത്തത്തിന്റെ സർക്കിളിന്റെ ഏതൊക്കെ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാണ്ടോ അവിടെ ഒക്കെ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു സംഭവമാണ്. ഈ ചാപ്റ്ററോട് കൂടിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ എല്ലാവരും വീട്ടിലിരിക്കുകയാണല്ലോ, ഏതായാലും കൊറോണ ഒക്കെ ആയതുകൊണ്ട് വീട്ടിലിരുന്നിട്ടാണ് പഠിക്കുന്നത്. വീട്ടിലിരുന്നിട്ട് കുറെ ഡബ്ബകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങളെ വീട്ടില്. അപ്പൊ ഏതെങ്കിലും ഒരു ഡബ്ബയുടെ മൂടി എടുക്കുക. ആ മൂടി എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂടി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു വൃത്തം വരക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ആ മൂടി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു വൃത്തം വരക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ, എല്ലാവർക്കും അറിയാലോ. ആ മൂടി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വൃത്തം വരക്കാൻ പറ്റും. അതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. മൂടി ഉപയോഗിച്ച് നമ്മൾ സാധാരണ വൃത്തം വരക്കാൻ പറ്റുന്നതാണ്. പെൺകുട്ടികളാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, അവരുടെ വള ഊരിയിട്ട് വള ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, വൃത്തം വരച്ചാൽ മതി. ക്ലിയർ ആണല്ലോ. ആ വള ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു വൃത്തം വരക്കാൻ പറ്റും. അതൊക്കെ എല്ലാവർക്കും സിമ്പിൾ ആണ്. ഇനി എന്റെ ചോദ്യം ഇതാണ്, ഇങ്ങനെ ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ഉപയോഗിക്കരുത്, കോമ്പസ് ഉപയോഗിച്ചിട്ട് വൃത്തം വരക്കരുത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, ഒന്നെങ്കിൽ ഒരു ഡബ്ബയുടെ മൂടി എടുത്തിട്ട് അടപ്പെടുത്തിട്ടാണ് നമ്മുടെ വൃത്തം വരക്കാൻ പറ്റുക, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ വളർത്തിട്ട് എന്ത് ചെയ്യുക, ഒരു വൃത്തം വരക്കുക. എന്നിട്ട് എന്റെ ചോദ്യം, ഈ വൃത്തത്തിന്റെ ഒരു കേന്ദ്രം ഉണ്ടായിരിക്കുമല്ലോ, സർക്കിളിന്റെ സെന്റർ ഉണ്ടായിരിക്കുമല്ലോ, ആ സെന്റർ എങ്ങനെ കണ്ടെത്തുക? ചോദ്യം ക്ലിയർ ആണല്ലോ. ആ വൃത്തത്തിന് എന്തുണ്ടായിരിക്കും, ഒരു സെന്റർ ഉണ്ടായിരിക്കും. ആ വൃത്തത്തിന് ഒരു സർക്കിളിന് ഒരു സെന്റർ അഥവാ ഒരു വൃത്ത കേന്ദ്രം ഉണ്ടായിരിക്കും. ആ കേന്ദ്രം എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? ചോദ്യം ക്ലിയർ ആണല്ലോ. ആ സർക്കിളിന്റെ സെന്റർ നമ്മൾ കണ്ടെത്തണം. എങ്ങനെയാണ് ആ സർക്കിളിന്റെ സെന്റർ കണ്ടെത്തുക? ആർക്കെങ്കിലും എനി ഐഡിയ? കോമ്പസിറ്റ് വരക്കരുത് ആദ്യം പറയുന്നത്. കോമ്പസിറ്റ് വരച്ച് നമുക്കറിയാം കോമ്പസ് കുത്തുന്നതായിരിക്കും സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത്. കോമ്പസ് ഉപയോഗിക്കാതെ നമുക്ക് ഈ സെന്റർ എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. നോക്കാം, ഞാൻ പറയുന്ന പ്രകാരം വരക്കട്ടാ. വൃത്തത്തിന് ഇപ്പൊ നമുക്ക് സെന്റർ എവിടെയൊന്നും അറിയില്ലല്ലോ, ആർക്കും ആയാലും അറിയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പോയിന്റ്, ഇവിടെ ഒരു പോയിന്റിൽ എന്ത് ചെയ്യാം, കോമ്പസ് എടുക്കാം. കോമ്പസ് ചെറിയൊരു അളവ് എടുത്തിട്ട് കോമ്പസ് കുത്തിയിട്ട് ഇങ്ങനെ ഇവിടേക്ക് ഒരു ആർക്ക് വരക്കാം. ആർക്ക് അഥവാ ചാപം വരക്കാം. ക്ലിയർ ആണല്ലോ. ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരക്കാം. അതേ അളവെടുത്തിട്ട് ഇപ്പുറത്തും കുത്തിയിട്ട് എന്ത് ചെയ്യാം, ഇങ്ങോട്ടും വരക്കാം. അപ്പൊ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ. എന്നിട്ട് അത് കൂട്ടി യോജിപ്പിക്കാം. ചെയ്തല്ലോ. എങ്ങനെ ചെയ്തത്, നമ്മള് കോമ്പസ് ചെറിയ അളവെടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടും, അതേ അളവെടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ച് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ച്. ഇനി ആ എടുത്ത അളവ് ഒന്നും കൂടി ചെറുതാക്കാം. കോമ്പസ് എടുത്ത അളവ് ഒന്നും കൂടി ചെറുതാക്കിയിട്ട് അതേ പോയിന്റിൽ കുത്തിയിട്ട് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ടൊരു ചാപവും ഇവിടുന്ന് ഇങ്ങോട്ടൊരു ചാപവും കൂടി വരക്കാം. ക്ലിയർ ആകുന്നുണ്ടല്ലോ. എന്നിട്ട് അത് കൂട്ടി യോജിപ്പിക്കാം. ക്ലിയർ ആയില്ലേ? ഇനി എന്ത് ചെയ്യാം, ഇതേ പ്രകാരം എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും ഒന്നും കൂടി ചെറുതാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടുന്ന് രണ്ടോടത്തും അതേ അളവെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ക്ലിയർ ആണല്ലോ. ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ 3 ലൈനും കൂടി പാസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ 3 പോയിന്റും കൂടി പാസ് ചെയ്യുന്ന ഈ ഒരു ഒറ്റ ലൈൻ വരക്കാം. ഈ ലൈനിലാണ് എന്ത്, നിങ്ങളുടെ ചാപം എന്ന് പറയുന്നത്. ഈ ലൈനിലാണ് എന്ത്, നിങ്ങളുടെ ചാപല്ല, സോറി, ആ ലൈനിലാണ് എന്ത്, നമ്മുടെ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് ഏതാണ്, ആ ലൈനിലാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ. നമ്മൾ ഈ വരച്ചൊരു വലിയ ലൈൻ വരച്ചില്ലേ, ഈ ലൈനിലാണ് എന്ത്, ആ വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് കാണണം, ആ കേന്ദ്രം കാണണം. ഈ ലൈനിലാണെന്നുള്ളത് മനസ്സിലായി, ഈ ലൈനിൽ എവിടെയാണെന്നുള്ളത് കാണണം. അതിന് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇതേ പ്രകാരം വേറൊരളവെടുക്കാം. വേറൊരളവെടുത്തിട്ട് ഇവിടെ കുത്തുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുക. അതേ പ്രകാരം ഇവിടെ കുത്തുക, വേറൊരു പോയിന്റിൽ കൂടി കുത്തുക, എന്നിട്ട് ഇങ്ങോട്ടും വരയ്ക്കുക. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ വേറൊരു ലൈൻ കിട്ടും. അതേ ആ പോയിന്റിനെ കുത്തിയിട്ട് ചെറിയൊരു അളവെടുത്തിട്ട് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കുക, രണ്ടും കൂടി കൂട്ടി യോജിപ്പിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ലൈനും കൂടി നമുക്ക് വരക്കാൻ പറ്റും. ഈ 2 ലൈനുകൾ കണ്ടില്ലേ, ഇങ്ങനെ 2 ലൈനുകൾ, ഈ 2 ലൈനുകൾ കൂടി കൂട്ടിമുട്ടി ഈ പോയിന്റ് ആയിരിക്കും എന്ത്, നമ്മുടെ വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്.
ഓക്കെ, ഇത് കൂടുതൽ ആളുകൾക്കും ഇപ്പൊ കറക്റ്റ് ആയിട്ട് അങ്ങനെ ഓടിയിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഓടാൻ വേണ്ടി ഞാൻ കാണിച്ചില്ല, ഒന്നും കൂടി സിമ്പിൾ ആക്കിയിട്ട്. ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞ ആ മെത്തേഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. ഞാൻ ഒന്നും കൂടി നമുക്ക് സിമ്പിൾ ആക്കിയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒരു ലൈൻ വരയ്ക്കുക, വരാണല്ലോ. ഈ ലൈനിന്റെ എന്ത് കാണുക? ലംബ സമവാചി കാണുക. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച് 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. മുകളിൽ നിങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കുക. അതേ പ്രകാരം ഒന്ന് മുകളിലോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കുക അല്ലെ. ഒരളവെടുക്കുക ഇങ്ങോട്ട് വരയ്ക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. അതേപോലെ ഒന്നും കൂടി കൂടുതൽ അളവെടുക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. രണ്ടും കൂടി എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിക്കുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇനി അതേ പ്രകാരം ഇവിടെയും ഒരു ലൈൻ വരയ്ക്കുക. ഇവിടെ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ലൈൻ കൂടി വരയ്ക്കുക. ഇതിന്റെയും ലംബ സമവാചി അഥവാ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കാണുക. കോമ്പസിൽ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും അതേപോലെ ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടും വരയ്ക്കുക. ഇനി ഒന്നും കൂടി വലിയ അളവ് എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കുക. രണ്ടും കൂടി എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിക്കുക. ക്ലിയർ ആണല്ലോ. ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക. അപ്പോ ഇതിന്റെ ലംബ സമവാചിയും ഇതിന്റെ ലംബ സമവാചി അഥവാ പെർപെൻഡിക്കുലർ ബൈസെക്ടറും കൂടി കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടായിരിക്കുമല്ലോ. ഈ പോയിന്റ് ആയിരിക്കും എന്ത്? നിങ്ങളുടെ വൃത്തത്തിന്റെ സെന്റർ എന്ന് പറയുന്നത്, സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ എന്താ കിട്ടിയത് നമുക്ക്? സർക്കിളിലെ 2 പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന വര അല്ലെ. സർക്കിളിലെ 2 പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു വര, ആ വരയുടെ ലംബ സമവാചിയും അതേപോലെ വേറൊരു സർക്കിളിലെ 2 പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന വരയുടെ ലംബ സമവാചിയും കൂട്ടിമുട്ടുന്നത് എവിടെ ആയിരിക്കും? വൃത്ത കേന്ദ്രത്തിലായിരിക്കും എന്നുള്ളതാണ് കിട്ടിയത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അഥവാ the perpendicular bisector of the line joining any 2 points on a circle passes through the center of the circle. Clear ആണല്ലോ. The perpendicular bisector of a line, the point joining in the circle passes through the center of the circle. The perpendicular bisector of the line joining any 2 points on a circle passes through the സെന്റർ ഓഫ് ദി സർക്കിൾ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഏതെങ്കിലും ഒരു വൃത്തത്തിന്റെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വൃത്തത്തിലെ ഏത് 2 ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന വരയുടെയും ലംബ സമവാചി ആ വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു വൃത്തത്തിന്റെ 2 ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന വരയുടെ ലംബ സമവാചി അല്ലെ. 2 ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന വരയുടെ ലംബ സമവാചി ആ വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. The perpendicular bisector for the line joining 2 points on a circle. The perpendicular bisector of the line joining any 2 points on the circle passes through the center of the circle. Passes through the center of the circle എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. The perpendicular bisector of the line joining any 2 points on the circle passes through the bisector of the circle എന്നുള്ള പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ബിന്ദു അല്ലെങ്കിൽ ഏതെങ്കിലും വൃത്തത്തിലെ ഏതെങ്കിലും 2 ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന വരയുടെ ലംബ സമവാചി വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഏതെങ്കിലും 2 ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന വരയുടെ ലംബ സമവാചി വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകും എന്നുള്ളതാണ് പറഞ്ഞത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ പറഞ്ഞത്. ഓക്കെ, വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകും. വൃത്തത്തിന്റെ 2 ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന വരയുടെ ലംബ സമവാചി any 2 points joining in line the perpendicular bisector passes through the center of the circle എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഇതൊന്നും കൂടി സിമ്പിൾ ആക്കി പറയാം. വൃത്തത്തിലെ 2 ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന വര അല്ലെ. എ ലൈൻ ജോയിൻ 2 points on the circle. ഒരു വൃത്തത്തിലെ 2 ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന വര എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയാ? എ ലൈൻ ജോയിൻ 2 points on the circle എന്ന് പറയുന്നതിന് പകരം പറയുന്ന പേരാണ് ആ വൃത്തത്തിന്റെ ഞാൻ എന്ന് പറയും. എന്താ പറയാ? ആ വൃത്തത്തിന്റെ ഞാൻ അഥവാ ആ വൃത്തത്തിന്റെ കോഡ് എന്ന് പറയും. ഇംഗ്ലീഷ് മീഡിയക്കാർ എന്തെന്ന് പറയും? കോഡ് എന്ന് പറയും. മലയാളം മീഡിയക്കാർ പറയും ഞാൻ എന്ന് പറയും. അപ്പൊ എന്താണ് ഞാൻ അല്ലെങ്കിൽ എന്താണ് കോഡ് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? എ ലൈൻ ജോയിനിങ് 2 points on the circle is called a chord. A line joining 2 points on the circle is called chord എന്ന് പറയും. അഥവാ ഒരു വൃത്തത്തിലെ 2 ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന വരയാണ് എന്തെന്ന് പറയുന്നത്? ആ വൃത്തത്തിന്റെ ഞാൻ എന്ന് പറയുന്നത്. ഒരു വൃത്തത്തിലെ 2 ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന വര അഥവാ ഈ ഒരു വര വൃത്തത്തിന്റെ ഞാനാണ്. ഇതെന്താണ്? വൃത്തത്തിന്റെ ഞാനാണ്. ഇതെന്താണ്? വൃത്തത്തിന്റെ ഞാനാണ്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ വൃത്തത്തിന്റെ ഞാനാണ്. ഇത് വൃത്തത്തിന്റെ ഞാനാണ്. ഇത് വൃത്തത്തിന്റെ ഞാനാണ്. വൃത്തത്തിന്റെ 2 ബിന്ദുക്കൾ തമ്മിലല്ലേ യോജിപ്പിക്കുന്നത്. ഇപ്പൊ വൃത്തത്തിന്റെ ഇവിടെ ഒരു പോയിന്റ് ഇവിടെ ഒരു പോയിന്റ് ഇതൊക്കെ എന്താണ്? വൃത്തത്തിന്റെ ഞാനാണ് അഥവാ കോഡാണെന്ന് പറയും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഒരു എ ലൈൻ ജോയിനിങ് 2 points on the circle is called the chord.
അഥവാ ഒരു വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന വരയെ എന്തെന്ന് പറയും? ആ വൃത്തത്തിന്റെ ഞാണെന്ന് പറയും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ തിയറം ഒന്നും കൂടി മാറ്റി പറയാലോ. ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എനി കോർഡ് ഓഫ് എ സർക്കിൾ പാസസ് ത്രൂ ഇറ്റ്സ് സെന്റർ. അല്ലേ? ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എനി കോർഡ് ഓഫ് ദി സർക്കിൾ പാസസ് ത്രൂ ഇറ്റ്സ് സെന്റർ. പറയാൻ ക്ലിയർ ആണല്ലോ? എന്താ പറഞ്ഞത്? ഏതൊരു പറയാത്രയുള്ളൂ, വൃത്തത്തിലെ ഏത് ഞാണിന്റെയും ലംബ സമഭാജി വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകും. വൃത്തത്തിലെ ഏതൊരു ഞാണിന്റെയും ലംബ സമഭാജി വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ പറഞ്ഞത്. പുതിയൊരു ടേം എന്ന് പറഞ്ഞത് ഞാൻ അഥവാ കോഡ് എന്നുള്ളതായിരുന്നു. കോഡ് എന്ന് പറഞ്ഞാൽ വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ലൈനാണ്. എ ലൈൻ ജോയിൻ ടു പോയിന്റ്സ് ഓൺ ദി സർക്കിൾ ഈസ് കോൾഡ് ദ കോഡ് അഥവാ ഞാൻ എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ തിയറി എത്രയേ ഉള്ളൂ? ഈ കോഡിന്റെ അഥവാ ഈ ഞാണിന്റെ സെന്ററിലൂടെ ബൈസെക്ട് ചെയ്തു പോകുന്ന ഒരു ലൈൻ എന്തായിരിക്കും? സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത് അല്ലെ? ഈ കോഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്തായിരിക്കും? സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കോഡ് വരയ്ക്കണമെങ്കിൽ, ഇങ്ങനെ ഒരു ഞാൻ വരയ്ക്കണമെങ്കിലോ ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്തായിരിക്കും? സെന്ററിലൂടെ പാസ് ചെയ്യും. ക്ലിയർ ആണല്ലോ? അങ്ങനെ ഒരു ഞാൻ വരയ്ക്കണമെങ്കിൽ അതിന്റെ ലംബസമവാചി എവിടെ ആയിരിക്കും? വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകും. അപ്പൊ അതാണ് ആകെ നമ്മൾ പറഞ്ഞുള്ളൂ രണ്ട് കാര്യം. ഞാൻ അഥവാ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവ ഉപയോഗിച്ചുള്ള തിയറം എന്താണ്? എന്തായിരുന്നു കോഡ് എന്ന് പറഞ്ഞാൽ? എ ലൈൻ ജോയിനിങ് ടു പോയിന്റ്സ് ഓൺ എ സർക്കിൾ ഈസ് കോൾഡ് ദ കോഡ്. അഥവാ ഒരു വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന വരയാണ് എന്തെന്ന് പറയുന്നത്? ഞാൻ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്താണ്? ഏതൊരു വൃത്തത്തിലെ ഏതൊരു ഞാണിന്റെയും ലംബ സംവാചി വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകും എന്നുള്ളതാണ് പറഞ്ഞത്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എനി കോർഡ് ഓഫ് സർക്കിൾ പാസസ് ത്രൂ the center. The perpendicular bisector of any chord of a circle passes through its center എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? ഇതായിരുന്നു ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പഠിച്ചിരുന്നത്. ഇനി നമുക്ക് പറയാനുള്ള മൂന്ന് കാര്യങ്ങൾ പറയാനുള്ളത് ശ്രദ്ധിക്കുക. ഈ ഒരു തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാനുള്ളതാണ്. ഞാൻ ഒരു വൃത്തം വരയ്ക്കുന്നു. ഈ വൃത്തം വരച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോഡ് മാർക്ക് ചെയ്ത് അഥവാ ഒരു ഞാണ് മാർക്ക് ചെയ്ത്. ക്ലിയർ ആണല്ലോ? ഒരു കോഡ് മാർക്ക് ചെയ്ത് അഥവാ ഒരു ഞാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കട്ടാ. ഈ ഞാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് കറക്റ്റ് സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഇതിനെ ബൈസെക്ട് ചെയ്യുമല്ലോ, അഥവാ തുല്യമായി ഭാഗിക്കുമല്ലോ. കാരണം നമ്മൾ പറഞ്ഞു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അഥവാ ഒരു ഞാണിന് ലംബ സമഭാജി വരച്ചു കഴിഞ്ഞാൽ അത് ഏതിലൂടെ പാസ് ചെയ്യുള്ളൂ? വൃത്ത കേന്ദ്രത്തിലൂടെ പാസ് ചെയ്യുള്ളൂ എന്നല്ലേ പറഞ്ഞത്? അപ്പൊ നമുക്ക് ഇവിടെ എന്തെന്ന് പറയാം? ഈ മുകളിൽ നിന്ന് വരക്കുന്ന ഈ ലംബം എന്ത് ചെയ്യും? മധ്യബിന്ദുവുമായി യോജിപ്പിക്കുന്ന വര എന്തായിരിക്കും? അല്ലെങ്കിൽ മൂന്നാം മൂലയിൽ നിന്നുള്ള ലംബം എന്ത് ചെയ്യും? പാദത്തെ സമഭാഗം ചെയ്യും. അഥവാ നമ്മുടെ ഈ പോയിന്റ് സർക്കിൾ സെന്ററിൽ നിന്ന് വരക്കുന്ന ഈ ഒരു ലൈൻ എന്ന് പറയുന്നതായിരിക്കും ഈ ഒരു ഭാഗത്തെയും തുല്യമായി ഭാഗിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഈ രണ്ട് ഭാഗങ്ങൾ എന്തായി ഭാഗിക്കും? തുല്യമായി ഭാഗിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? തുല്യമായി ഭാഗിക്കും അഥവാ സമഭാഗം ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഈ ഒരു പോയിന്റ് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് കോർഡിലേറ്റ് വരക്കുന്ന ഒരു ലൈൻ എന്ന് പറയാൻ പറ്റില്ല, ലംബം അഥവാ ഒരു പെർപെൻഡിക്കുലർ ലൈൻ എന്തായിരിക്കും? ഇതിനെ ബൈസെക്ട് ചെയ്യും, തുല്യമായി ഭാഗിക്കും. വൃത്തകേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്ക് വരക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യും. ദ പെർപെൻഡിക്കുലർ ഫ്രം ദി സെന്റർ ഓഫ് എ സർക്കിൾ to a chord bisect the chord. The perpendicular from the center of a circle to a chord bisect the chord. അഥവാ വൃത്തകേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്ക് വരക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് അല്ലെ? വൃത്തകേന്ദ്രത്തിൽ നിന്നുള്ള ലംബം ഞാണിനെ സമഭാഗം ചെയ്യുന്നു. ഇനി അടുത്തത് പറയുന്നത് എന്താ വെച്ചാല്, വൃത്തകേന്ദ്രവും ഞാണിന്റെ മധ്യബിന്ദുവുമായി യോജിപ്പിക്കുന്ന വര ഞാണിന് ലംബമാണ്. അഥവാ വൃത്തകേന്ദ്രം ഈ ഒരു ഞാണം വരച്ച് അതിന്റെ മധ്യബിന്ദു നമ്മൾ ഇങ്ങനെ യോജിപ്പിക്കുന്ന ഒരു വര എന്തായിരിക്കും? ഈ ഞാണിന് എന്തായിരിക്കും? ലംബമായിരിക്കും അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ തിയറത്തിന് തിരിച്ചു പറഞ്ഞുള്ളൂ. ഇങ്ങനെ വരക്കുന്ന ലൈൻ എന്തായിരിക്കും? ഇതിനെന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. സർക്കിളിന്റെ സെന്ററും അതേപോലെ നമ്മുടെ കോഡിന്റെ സെന്ററും തമ്മിൽ യോജിപ്പിക്കുന്ന ലൈൻ എന്തായിരിക്കും? ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അഥവാ ലംബമായിരിക്കും. The line joining center of a circle and the midpoint of a chord is perpendicular to the chord എന്നുള്ളതാണ് പറഞ്ഞത്. ക്ലിയർ ആണല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ. ഒരു കോഡിന്റെ
പെർപെൻഡിക്കുലർ വരക്കുന്നതായിരിക്കും സർക്കിൾ സെന്ററിലൂടെ പാസ് ചെയ്യുന്നു പറയും. രണ്ടാമത് പറഞ്ഞാൽ സർക്കിൾ സെന്ററിൽ നിന്ന് ഇതിന്റെ മിഡ് പോയിന്റിലോട്ട് വരക്കുന്ന ലൈൻ എന്തായിരിക്കും, ഇതിനെന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ. അപ്പൊ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചാൽ മതി. രണ്ട് കാര്യങ്ങൾ. ഒന്ന് കോഡ് എന്താണ് അഥവാ ഞാണ് എന്താണെന്നുള്ളത്. എന്തായിരുന്നു ഞാണെന്ന് പറഞ്ഞാല് ഒരു വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന വരയാണ് ഞാണെന്ന് പറയുന്നത്. എ ലൈൻ ജോയിൻ ടു പോയിന്റ്സ് ഓൺ എ സർക്കിൾ ഈസ് കോൾഡ് ദ കോഡ് എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞെന്താണ്, വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്കുള്ള വര എന്തായിരിക്കും, വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്കുള്ള ലംബം ഞാണിനെ സമഭാഗം ചെയ്യുന്നു അല്ലെ. വൃത്തകേന്ദ്രത്തിൽ ഞാനിലേക്കുള്ള ലംബം ഞാനിനെ സമഭാഗം ചെയ്യുന്നു. ദ പെർപെൻഡിക്കുലർ ഫ്രം ദി സെന്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട് ഈച്ച് അതർ എന്നുള്ളതാണ് പറഞ്ഞത് അല്ലെ. അതേ സംഭവം തന്നെ വീണ്ടും പറഞ്ഞ സർക്കിളിന്റെ സെന്റർ മിഡ് പോയിന്റ് നമ്മൾ വരക്കുന്ന ലൈൻ എന്തായിരിക്കും, ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ ആ ഒരു തിയറം തന്നെ നമ്മൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചൊക്കെ പറഞ്ഞെന്നുള്ളൂ. സംഭവം ഇത്രയേ ഉള്ളൂ. ആ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് താഴോട്ട് വരക്കുന്ന ലംബം അഥവാ പെർപെൻഡിക്കുലർ ആയിരിക്കണം. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ലംബം എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എന്തായിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, പെർപെൻഡിക്കുലർ അഥവാ ലംബം എന്ന് പറയുന്നത്. ഇങ്ങനെ വരക്കുന്ന ലംബമൊക്കെ എന്തായിരിക്കും, ഇതിന് ബൈസെക്ട് ചെയ്യുന്നു, ഇവിടെയും തുല്യമായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ഇത്ര മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.